ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിതു വ്ലോഗ്. അങ്ങനെ ഗായ്സ്, ഇന്ന് നമ്മൾ കവിയൂർ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുകയാണ്. ഇപ്പോൾ രാമായണ മാസമൊക്കെ അല്ലേ, അപ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെയാണ് ഇന്ന് പോകുന്നത്. നിങ്ങൾ പോയിട്ടുണ്ടോ അവിടെ? എൻ്റെ അമ്മയുടെ അമ്മമാർ അവരൊക്കെ എപ്പോഴും പോകുമായിരുന്നു കേട്ടോ. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ വാ, ഞാൻ വീഡിയോ പറഞ്ഞുതരാം. ഗൈസ്, ഇതാട്ടോ അമ്പലം. അത്യാവശ്യം വലിയൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ദാണ്ട് ഇവിടെ അമ്മയാണെങ്കിൽ ഹനുമാന് നമുക്കിങ്ങനെ മാല, വെറ്റ മാല, അങ്ങനത്തെ മാലയാണ് കേട്ടോ. മാല, പിന്നെ എണ്ണ, ചന്ദനത്തിരി, പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിരി വെയിലുള്ളതാണ്. ഞങ്ങളാണെങ്കിൽ ഒരു 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ബസ്സിനായിരുന്നു വന്നത്. അപ്പോൾ അവിടുന്ന് ഓട്ടോ ഇടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. ഇതാണ് കേട്ടോ, ഇച്ചിരി നല്ലൊരു അമ്പലമാണ് കേട്ടോ. നല്ല വലിയൊരു അമ്പലമാണ്. ഇതിനു മുമ്പ് ഞാൻ പോയിട്ടില്ല കേട്ടോ. കണ്ടോ ഗൈസ്, നല്ല നമുക്ക് ഓടി നടന്ന് നടക്കാനൊക്കെ നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ അമ്പലം കാണാൻ. അത്യാവശ്യം വലുതാണ്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉൾവശം. നമുക്ക് തൊഴുമ്പോൾ കാണാൻ പറ്റുന്നതാണോ നിങ്ങൾ? ഇതാണ് ഉൾവശം. നല്ല രസമാണ് കേട്ടോ കാണാൻ. നമുക്കിങ്ങനെ കറങ്ങിയൊക്കെ തൊഴാൻ പറ്റും. ഞങ്ങളൊരു തിരക്കില്ലാത്തൊരു ടൈമിലൊക്കെ ആയിരുന്നു പോയത്, അതുകൊണ്ട് സുഖമായിരുന്നു ഞങ്ങൾ ഇപ്പോൾ. പിന്നെ ഗൈസ്, ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയാണ് വെച്ചിരിക്കുന്നത്. ബാക്കിൽ പാർവതി ദേവി, സൈഡിലാണ് ഹനുമാൻ കേട്ടോ. എന്നാലും നമ്മൾ മെയിനായിട്ട് ഇവിടെ അറിയപ്പെടുന്ന ഹനുമാൻ്റെ അമ്പലം എന്നാണ് കേട്ടോ, ഹനുമാൻ്റെ ക്ഷേത്രം എന്നാണ്. പിന്നെ നമുക്ക് ഇനി കൃഷ്ണൻ്റെ അതൊക്കെ ഇനിയും പോകാനുണ്ട്. ഇത് നമ്മുടെ നാഗദൈവത്തിൻ്റെയാണ് കേട്ടോ. അത്യാവശ്യം ഒരു രീതിയിൽ നമ്മൾക്ക് പണ്ട് ഇങ്ങനൊന്നും അല്ലെന്നായിരുന്നു അമ്മ പറഞ്ഞത് കേട്ടോ. ഈ പണ്ട് ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഈ ഒരു പാതയൊന്നും ഇല്ലായിരുന്നു. പിന്നെ പുഴു അങ്ങനത്തെ ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു. ഇപ്പം എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാം നല്ല രീതിയിലാക്കി. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ കൃഷ്ണൻ്റെ ഇടം. നമ്മളിങ്ങനെ ഇറങ്ങി വരണം കേട്ടോ അമ്പലത്തിൽ നിന്ന്. ഇവിടെ കുളത്തിൻ്റെ അപ്പുറത്താണ് ഇവിടെ കൃഷ്ണൻ. കണ്ടോ, ഇവിടെയാണ് കൃഷ്ണൻ്റെ നമ്മുടെ വിഗ്രഹം വെച്ചിരിക്കുന്നത്. അവിടെ കുളമാണ് കേട്ടോ. അപ്പുറത്ത് കുളമോ, ഇനി കുളമെന്ന് പറയാം, തോട്, ഒരു രീതിയിൽ പറയാം കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇച്ചിരി ഇതൊക്കെ ആയിട്ടായിരുന്നു, സ്റ്റെപ്പൊന്നും ഇല്ല. ഇപ്പം എല്ലാം റെഡി ആക്കിയതാണ് കേട്ടോ, പറഞ്ഞായിരുന്നു. ഗൈസ്, ഇവിടെ വരുമ്പോൾ പിന്നെ നമുക്കൊരു മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകും കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനെ നമ്മൾ ഹനുമാനെയൊക്കെ തൊഴുമ്പോൾ നല്ലതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഗൈസ് വെളിയിലെത്തത്. ഇവിടെ നമുക്ക് നല്ല പ്രസാദം കിട്ടും കേട്ടോ. നമ്മുടെ അവൽ നിവേദ്യവും പിന്നെ പായസവും അതൊക്കെയാണ് കേട്ടോ പ്രസാദമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെല്ലാം തൊഴുത് ഇച്ചിരി ഇരുന്നു. പിന്നെ കുറേ ഡാൻസൊക്കെ എടുത്തു കേട്ടോ. കുറച്ചല്ല, 2 3 അപ്പോൾ അതാണെങ്കിൽ നമ്മൾ ഉടനെ ഞാൻ വീഡിയോ ഇടും കേട്ടോ, ഞാൻ മറക്കത്തില്ല. അപ്പം എന്തായാലും പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അപ്പം പെട്ടെന്ന് ഇടാവേ. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം തൊഴുത് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വന്ന് നോക്കണം കേട്ടോ ഈ അമ്പലത്തിൽ. അപ്പോഴേ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ഗൈസ്, ഇങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഇച്ചിരി പ്ലേസ് പറഞ്ഞാൽ നമ്മുടെ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നമ്മുടെ അവിടെ നിന്ന് ഒരു ബസ് കയറി നമ്മുടെ പത്തനംതിട്ട റൂട്ടിൽ എത്തുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഓട്ടോ ഇടിച്ചെത്തിയാൽ നമ്മുടെ അമ്പലം എത്തും കേട്ടോ പെട്ടെന്ന്. അപ്പോൾ വരുന്നവരെല്ലാവരും ഒന്ന് വേഗം വരണം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം. ടാറ്റാ.